ലൈഫ് സ്റ്റക്കായപ്പോൾ മൈൻഡ് ബ്ലാങ്ക് ആയപ്പോൾ ഞാനൊരു ട്രിപ്പ് പോയി. ഞാൻ എൻ്റെ ബാഗും തൂക്കി നടക്കാൻ ഇറങ്ങി. പോണ വഴിക്ക് കണ്ട നല്ലൊരു തണൽ നോക്കിയിട്ട് ഞാൻ അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ എനിക്ക് കൂട്ടുണ്ടായിരുന്നത് ദൈവത്തിൻ്റെ ചാരന്മാരായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം തന്നെ ആ ബുക്കാണ്. മിസ്റ്റർ ജോസഫ് അന്നംകുട്ടി ജോസ്. ഈ പേര് കുറേ പേർക്കറിയാം, പക്ഷേ സത്യത്തിൽ പുള്ളിൻ്റെ ഉള്ളിൽ ഒരു ജോപ്പനുണ്ട്. പൊട്ടിത്തെറിച്ച് കിടക്കണ, സ്വന്തം ലൈഫിൽ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, എല്ലാവരും അംഗീകരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ജോപ്പൻ. സത്യത്തിൽ അങ്ങനെ ഒരു ജോപ്പ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ പണ്ട് ഇന്നെ അറിയണ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കവറിട്ടാൽ മതി, അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നോർമൽ ലൈഫായി പൊയ്ക്കോളും. പക്ഷേ കാലം കടന്നു പോകുമ്പോൾ നമ്മൾ നോർമൽ ആ കവറിട്ട ആളായിട്ട് മാറിപ്പോകും. ഉള്ളിലുള്ള റിയൽ നമ്മളെ മറന്നും പോകും. ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചെടുത്ത കുറേ ഫോട്ടോസും വീഡിയോസും ഇപ്പോഴും എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു വീഡിയോയും അങ്ങനെ ആയി മാറേണ്ടതായിരുന്നു ദൈവത്തിൻ്റെ ചാരന്മാർ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. മുന്നോട്ട് പോകുമ്പോൾ ഇനി പതിയെ ഓരോന്നോരോന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിവേ, താങ്ക്സ് ജോപ്പ ഈ വീഡിയോ ഇടാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതിന്.